നമസ്കാരം. ഭൂമികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിട്ടയർമെന്റ് എന്നത് ഒരു അവസാന വാക്കല്ല, മണ്ണിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കരിവള്ളൂർ പലിയേരിക്കോവലിലെ തമ്പാനേട്ടന്റെ കൃഷിയിടം. കൃഷിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ ഭൂമികയിൽ. സാറിന് നമ്മളെ ഭൂമികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൂടുതലായിട്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയതല്ലേ? അപ്പൊ സാധാരണഗതിയിൽ എല്ലാവരും വിശ്രമ ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും ഒരു അധ്വാനത്തിന്റെ ഒരു പാതയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പല അസുഖങ്ങളും ഓടി വരും. ഇപ്പോൾ ഒന്നാമത് ത്രൂ ഔട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് സർവീസ് രംഗങ്ങൾ വെക്കുമ്പോൾ തന്നെ ഹോളിഡേയ്സിൽ തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കല്ല, പറമ്പിൽ തന്നെയായിരിക്കും. അതെല്ലാം ഹോളിഡേയ്സ് വന്നാലും ഞാൻ ഇവിടെ പറമ്പിലായിരിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഉദ്ദേശം അത്രയേ ഉള്ളൂ, ഒരുപാട് വിഷരഹിത ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മൾ പറയല്ലേ നമ്മൾ ഒരുപാട് വിഷം ഉള്ള സാധനം കഴിക്കുമ്പോൾ അത് കുറച്ച് നമ്മൾ വിഷമില്ലാത്ത സാധനം കൂടി ആകുമ്പോൾ ഡൈല്യൂട്ടാവും. അപ്പം നമ്മുടെ ശരീരത്തെ അത് അത്ര ബാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് കഴിയാവുന്നത് നമ്മൾ ആവശ്യത്തിന് വേണ്ടി, പിന്നെ അത്യാവശ്യം നമ്മൾ വളം ഗ്രാസവളവും മറ്റ് അധികം കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് വേസ്റ്റായി കളയണ്ട, അങ്ങനെ കടയിലേക്ക് സപ്ലൈ ചെയ്യും. അത് നമ്മൾ എക്കോ ഷോപ്പ്, കരിവള്ളൂർ എക്കോ ഷോപ്പിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തും കൊടുക്കാറുണ്ട്. അപ്പം ഒരുവിധം എന്താ വെച്ചാൽ എൻ്റെ ഉദ്ദേശം, ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അടുത്ത് എൻ്റെ ഒരു പറമ്പ് ഒരു പച്ച പിടിച്ച നല്ലൊരു പൂങ്കാവനം പോലെ ആക്കണം എന്നില്ല ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ സർവീസിൽ തന്നെ തിരിച്ചു വരുന്നത്. പ്രധാനമായിട്ടും ഏതൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഇപ്പം ഞാൻ കപ്പ ചെയ്യുന്നുണ്ട്, മഞ്ഞൾ ചെയ്യുന്നുണ്ട്, പിന്നെ ചേമ്പുണ്ട്, പിന്നെ തെങ്ങ്, കുരുമുളക്, പിന്നെ കവുങ്ങ്, പിന്നെ അത്യാവശ്യം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേനൽക്കാലത്താകുമ്പോൾ കഴിഞ്ഞ വർഷമെല്ലാം ഞാൻ മഴമറി ഉണ്ടാക്കിയിട്ട് ഞാൻ പച്ചക്കറി നട്ടിരുന്നു. ഇപ്രാവശ്യം ഞാനത് നോക്കിയില്ല. എന്നാന്ന് വെച്ചാൽ കുറച്ച് എല്ലാം കൂടി വലിയ എമൗണ്ടോ, പിന്നെ അത് ആക്കിക്കഴിഞ്ഞാലും പിന്നെ ഈ മഴയത്തത്ര അന്ന് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇതുണ്ടായിരുന്നു, നമുക്ക് ആവശ്യത്തിന് മാത്രം. ഇപ്രാവശ്യം അത്ര ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ മഞ്ഞൾ പിന്നെ മറ്റു കൃഷികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അതിനത്ര പ്രാധാന്യം കൊടുത്തില്ല. പിന്നെ വീട്ടിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും പിന്നെ കൽപ്പണി ആയാലും ഈ കാണുന്ന ആ സൈഡ് മതിൽ കംപ്ലീറ്റ് ഞാൻ കെട്ടിയതാണ്. അത് സർവീസിലുണ്ടാകുമ്പോൾ തന്നെ ഹോളിഡേയ്സിൽ മാത്രം കിട്ടിയതാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട് പണിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ ആദ്യമേ ലോൺ എടുത്തിട്ട് പിന്നെ വീട് കിട്ടുമ്പോൾ പിന്നെ ബാങ്കിൽ നിന്ന് ആൾക്കാരുണ്ട്, ബാങ്ക് മാനേജർ ലോൺ എടുക്കുന്ന ലോൺ പരിശോധിക്കുക, ഒരു തറ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, ആ തമ്പാൻ്റെ വീട് എവിടെയാണ് എന്നോടാ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് മണ്ണിൽ കുളിച്ച് ഇങ്ങനെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ, ഈ പണിക്കാരുടെ കൂടെ മണ്ണ് കടത്തുന്നതിന് പരിപാടി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി സ്റ്റേജ് സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട, ഈ വീട് പൂർത്തിയാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ പൈസ വേണം നിങ്ങൾ അന്നേരം ബാങ്കിൽ വന്നോ ചെക്ക് ചെയ്ത് തന്നോ നമുക്ക് പൈസ പാസ്സാക്കി തരണം. അങ്ങനെ
പൊതുവെ അധ്വാനശീലം അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്ത് പരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷവും എനിക്കതുകൊണ്ട് പ്രത്യേക വിഷമങ്ങളൊന്നും തോന്നിയില്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നെ തെങ്ങിൽ കയറി തേങ്ങ പറിക്കും, കുരുമുളകെല്ലാം ഞാൻ തന്നെ പറിക്കും, എല്ലാം പരമാവധി എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യാം. ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ ഒരു കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഏതൊരു ഘട്ടത്തിലാണ് ഒരു കൃഷിയോടൊരു ഇത്രയധികം ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഒരു കാരണം? ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പണ്ട് നമുക്കൊരു പിന്നെ കൃഷി അസിസ്റ്റന്റ്, ഇപ്പം കൃഷി അസിസ്റ്റന്റ് ഡെമോൺസ്ട്രേറ്റർ എന്നല്ലേ പറയാം പണ്ട്. അപ്പം അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അത് പഠിച്ചിരുന്നു, അഗ്രികൾച്ചർ. അത് പിന്നെ 1986 പഠിച്ചത്. അപ്പോൾ അത്യാവശ്യം കുറേ കാര്യം അതാണ് ഈ കുരുമുളകെല്ലാം ബെഡ് ചെയ്താനും കുറച്ച് കാര്യങ്ങളിലും ശാസ്ത്രീയമായിട്ടുള്ള അറിവും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഹിന്ദി അധ്യാപകനാവാൻ ശ്രമിച്ചു. അത് കുറേ നാൾ പിന്നെ ഇവിടെ പൂക്കാൻ സ്കൂള്, അത് കഴിഞ്ഞ് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർവീസ് കയറി. ഈ ഒരു പുതിയ കാർഷിക ജീവിതത്തിന് കുടുംബത്തിൽ നിന്നും അതുപോലെ അടുത്തുള്ള ആൾക്കാരിൽ നിന്നും കിട്ടുന്ന ഒരു പിന്തുണ ഏത് രീതിയിലാണ്? അത് പിന്നെ വൈഫ് പൂർണ്ണമായും സ്കൂളിൽ പോകുന്നതുകൊണ്ട് അധികം കിട്ടുന്നില്ലെങ്കിൽ ഹോളിഡേയ്സ് എല്ലാം എനിക്ക് പരമാവധി സഹായം ചെയ്തു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇത് ചെയ്യണം, അത് നമുക്ക് ഇന്നത് ചെയ്യണം, ഒരു നിർദ്ദേശം വരും. അത് ഇന്നത് കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് കൃഷി ചെയ്യണം, അത് അങ്ങനെ ചെയ്യാം, അത് ചെയ്യാൻ പറ്റൂലേ, അങ്ങനെ ആ ഒരു നിർദ്ദേശങ്ങൾ ഇടയ്ക്ക് കിട്ടും. അപ്പോൾ അത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു മോള് ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഔഷധ ചെടികളുടെ ഒരു ഇതുണ്ടാക്കുന്നുണ്ടാവും. രണ്ടുപേരും ആയുർവേദ ഡോക്ടർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ വളർത്തിയിരിക്കുന്നത്. അതൊരു സൈഡിലേക്ക് മാറ്റണം. അപ്പുറത്തൊന്നുണ്ട്, ഇനി കുറേ ഔഷധ ചെടികളെല്ലാം കൊണ്ടുവരണം. അതിന് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയില്ല, മറ്റേ അതിൻ്റെ അച്ചലുണ്ടാക്കിയ ചെടി ഇത് ഉണ്ടാക്കണം. കൂടുതൽ വിപുലീകരിക്കാൻ തന്നെയാണ് താല്പര്യം അല്ലേ? കഴിവിൻ്റെ പരമാവധി. അങ്ങനെ എന്ന് വെച്ചാൽ അത് അവർക്ക് നാളെ മുതൽക്കൂട്ടാവും ഈ ഔഷധ ചെടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിലേക്ക് അത് കുറച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മോളോ തന്നെ പറഞ്ഞ് കുറച്ച് അതെല്ലാം ഉണ്ടാക്കണം. അതുകൊണ്ട് ഇവിടെ ഇപ്പം വർഷകാലത്ത് പുരുഷപ്പുറം നടേണ്ടതാണ്. അതൊരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെടിച്ചട്ടിയിലാക്കായിട്ട് ചെടിച്ചട്ടി സ്വന്തം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ചെലവ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു രീതിയാണ് പിന്തുടരുന്നത്. എൻ്റെ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സാമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത അതിൻ്റെ ചെറിയൊരു പോരായ്മയുണ്ട്, അതും കൂടെ തീർത്തിട്ട് ഫുള്ള് സെറ്റായി കേട്ടണം എനിക്ക് ഇതിങ്ങനെ ചെയ്യാം.
മനോഹരമായിട്ടുള്ളൊരു പോണ്ടും അതിലിങ്ങനെ വെള്ളം വീഴുന്ന പോലത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇത് സാറ് തന്നെ ചെയ്തതാണെന്നല്ലേ? ഇതിനെ കുറിച്ചിട്ടൊന്ന് പറയോ? ഇത് നമ്മൾ പിന്നെ മോൻ കുറച്ച് മീനിനെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് അക്വേറിയം മറ്റേ ഗ്ലാസിൻ്റെ അക്വേറിയം ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ വെള്ളം മാറ്റാനും കൂടി അപ്പോൾ ഇവിടെ ചെറിയൊരു കുളമുണ്ടാക്കി. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയാണ് പിന്നെ ഫൗണ്ടൈൻ ആക്കിയത്. അപ്പം ചെറിയ ഒരു സാധനം വാങ്ങിയിട്ട് അത് ചെയ്തു. പിന്നീട് അത് എനിക്ക് തോന്നുന്നു അത് പോരാ, അതൊരു അട്രാക്റ്റീവല്ല. അപ്പോൾ പിന്നെ ഇനി എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യമാണിത്. ഇങ്ങനെ ഒരു ഉണ്ടാക്കിയാൽ പൈപ്പ് വളച്ചിട്ട് അതിനെ ഹോൾസ് ഉണ്ടാക്കുക. ആ ഹോൾസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതെങ്ങനെയാണെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അത് ആദ്യം ഈ ഹോൾസ് ഈ പൈപ്പ് ഉണ്ടാക്കി പിന്നീട് ടാങ്കിൽ നിന്ന് കണക്ഷൻ കൊടുക്കും. ടാങ്കിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് ഈ നമ്മൾ ഹോൾസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോയി ഇതിങ്ങനെ വീണം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ടാങ്കിൽ നിന്ന് വെള്ളം കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൃത്യമായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ആണ്. നമ്മൾ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ചെറിയൊരു ഐഡിയയും നമുക്ക് ചെയ്യാനുള്ള മനസ്സും അത് പ്രധാനം. നമ്മൾ എന്ത് ചെയ്യാനുള്ള മനസ്സും അത് പിന്നെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ സംഘടനാ പ്രവർത്തനം ഇവിടെ KGMൻ്റെ ഏരിയ സെക്രട്ടറി എല്ലായിട്ട് ഇങ്ങോട്ട് പോയ സമയത്ത് അപ്പോൾ അവിടെ ഒരു കുടിമരം നാട്ടുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ കുടിമരം നാട്ടാൻ വേണ്ടി കുഴിയെടുക്കുമ്പോൾ ഇവരെടുക്കുമ്പോൾ എനിക്ക് തൃപ്തിയാവുന്നില്ല. ഇവർ വർക്ക് എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മാറിയൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ ഉടനടി കുഴി കുത്തി കുടിമരം നാട്ടി. അപ്പോൾ എൻ്റെ സ്റ്റാഫെല്ലാം പറഞ്ഞു ഈ സാർ എന്തിനാ കുഴി കുത്താൻ പോയത്? ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന സാർ അവിടെ ഇരിക്കുന്ന ഞാൻ സംഘടനയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകൻ. ആ പ്രവർത്തകൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അവിടുന്ന് മാറി കസേലിലിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഓഫീസറായി. പക്ഷെ അവിടെ എത്തിയാൽ ഞാൻ സംഘടനയുടെ ഏറ്റവും താഴെക്കടയിലൊരു പ്രവർത്തകനായതുകൊണ്ട് തന്നെ ആ കുഴിയെടുക്കുന്ന എനിക്കൊരു വിരോധമില്ല. നമുക്ക് ഏത് സാഹചര്യത്തിൽ നമ്മൾ എന്തും ചെയ്യാനുള്ളൊരു മനസ്സാക്കി അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് അവർ നോക്കി നിന്നാൽ മതി, അത് ചെയ്യാം. പിന്നെ നമുക്കിത് എടുത്ത് ശീലം ഉണ്ടായതുകൊണ്ട് ഒരാൾ എടുക്കുമ്പോൾ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ വേറൊരാളൊരു കുറച്ച് ഇതായിട്ട് തോന്നുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോകുന്നത് അത് അങ്ങനെ ആയിട്ടേക്ക് വീണു പോകും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ എന്നാ പിന്നെ അവിടെ നിന്ന് അധികം എല്ലാവരും സ്റ്റാഫിന് സാർ എന്തിനാ കുഴി കുത്താൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയാണ്. നമുക്ക് പിന്നെ വലിപ്പത്തിൻ്റെ അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം ഏത് സമയത്തായി ചെയ്യുന്നു നമുക്കൊരു മനസ്സുണ്ടാവും. ഏത് കാര്യം നമ്മൾ മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റും. അത്രയിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളൂ മനസ്സ്. പിന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ അതും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പം വിരമിച്ച ശേഷം പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞില്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ജീവിതത്തിൽ വന്ന നല്ല രീതിയിലുള്ള ഒരു മാറ്റം എന്തായിരിക്കും? മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി അതിൻ്റെ വളർച്ച കാണുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ അതിനുള്ളൊരു ആത്മസംതൃപ്തി ഏതിനും കിട്ടും. അത് നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് ഞാൻ ഇവിടെ പൂർണ്ണമായിട്ടും പിന്നെ ചേമ്പ് കൃഷിയായിരുന്നു. അപ്പോൾ ചേമ്പ് കൃഷി വളർന്ന് അത് എൻ്റെ ഇത്ര വരെ എത്തി. അതിൻ്റെ ഇടയിലെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ അതിനുണ്ടാകുന്നൊരു സുഖം അത് വേറെ ഒന്നിനും പൈസ കൊടുത്താൽ കിട്ടും. നമ്മൾ ഒരുപാട് സാധനം പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിയതിൻ്റെ അതിനെക്കാട്ടി കുറച്ച് ചിലവ് കൂടുതലും അധ്വാനം ഉണ്ടാവും. അപ്പോൾ ഏതായാലും നല്ല സാധനങ്ങൾ കഴിക്കാം. അതേ സംബന്ധിച്ച് നമ്മുടെ പറമ്പ് ഒരു നല്ല രീതിയിൽ കാണാൻ പറ്റും. നമുക്കൊരു ആത്മസംതൃപ്തി. ഏത് വർക്കിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ് ചെടികൾ, പിന്നെ കൃഷിയും ഇതെല്ലാം. അത് വേറെ എവിടെ നിന്നും കിട്ടും. കൃഷിഭവനിന്നോ അങ്ങനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ടോ നിർദ്ദേശങ്ങളോ അങ്ങനെ കിട്ടാറുണ്ടോ? ഞാൻ ആദ്യമൊന്നുണ്ട്. അത് ഞാൻ പോകുന്നില്ല. എന്നാൽ എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൃഷിഭവനായിട്ട് അങ്ങനെ പോയി അന്വേഷിച്ചില്ല. ഇപ്പം ഈ മഞ്ഞൾ കൃഷി ഇതെല്ലാം ആയതിനു ശേഷം ഞാൻ കൃഷിഭവനായിട്ട് ബന്ധപ്പെടുന്ന അവർ സപ്പോർട്ട് ചെയ്യും. അപ്പം അവർ വീണ്ടും നിർദ്ദേശം തരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൃഷി വിളവെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റും മഞ്ഞൾ കൃഷി വിളവെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ കൃഷി ഓഫീസറും കൂടി വന്നിട്ടാണ് വിളവെടുത്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൃഷി ഓഫീസായിട്ട് ഇടയ്ക്കിട്ട് ബന്ധപ്പെടും. പിന്നെ ഒരുവിധം കാര്യങ്ങളും ഞാനിങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് ഓരോന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ഏത് കാര്യം ഇനി ഇവിടെ ആയാലും ശരി, പിന്നെ അതിൻ്റെ ഒരു ദോഷം എനിക്ക് ഓഫീസിലുണ്ട്. ഞാനൊരു ഓഫീസറാണെങ്കിലും എനിക്ക് ബെല്ലടിച്ച് വിളിച്ച് വർക്ക് ചെയ്യിക്കാൻ ആവും. ഞാൻ എൻ്റെ ഫയൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സ്റ്റാഫിൻ്റെ കൂടെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ അങ്ങനെ പോകുന്നൊരു ശീലം എനിക്ക്. ഞാൻ സ്റ്റാഫിനോടെല്ലാം പറയും ബെല്ലടിച്ച്
വർക്ക് ചെയ്യിച്ചതിനൊക്കെ ചെയ്തു. വേണമെങ്കിൽ ഞാൻ എടുക്കും. എനിക്ക് അവിടെ ക്ലർക്ക് എടുക്കേണ്ട പണിയാന്ന് അല്ലെങ്കിൽ ട്യൂൺ എടുക്കേണ്ട പണിയാന്ന് അതൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് എത്ര തോന്നും അതങ്ങ് ചെയ്യും. അപ്പോൾ എനിക്ക് കാസർഗോഡ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ 10 വില്ലേജ് പിന്നെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞില്ല ആദ്യം കാലിറ്റ് പ്രോജക്റ്റ്. അതിൻ്റെ ഡ്രോയിങ് ആൻഡ് ഡിസ്കസിങ് ഓഫീസർ ഞാൻ. അപ്പോൾ നമുക്ക് 200-300 മിഷൻ വന്നു. മിഷൻ വന്ന സമയത്ത് ഇതെടുത്ത് കയറ്റാൻ നമ്മുടെ ഒരു സ്റ്റോർ കീപ്പറുണ്ട്, അദ്ദേഹം ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഓഫീസിനുള്ളിലേക്ക് കയറണമെങ്കിൽ കുറച്ചുണ്ട്. അപ്പോൾ ഞാനെൻ്റെ ഇതിലേക്ക് ഞാൻ ഇടയ്ക്ക് നിന്ന് ഇവർക്ക് പിന്നെ വാങ്ങി അങ്ങോട്ട് കൊടുക്കുകയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഈ സാർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അതിൽ കൂടി. അപ്പോൾ ഞാൻ നല്ല നിൽക്കും. അപ്പോൾ നമ്മൾ പണിയെടുപ്പിക്കുക. അപ്പോൾ അങ്ങനൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് അത് എടുക്കുക എന്ന് പറയുന്നതിനെക്കാട്ടും ഗുണം ചെയ്തു. നമ്മൾ അവിടെ നിന്ന് 2 മിഷൻ ഞാൻ എടുത്ത് അപ്പോഴേക്ക് അപ്പുറത്ത് HD ഉണ്ട്. HD അതിൻ്റെ താഴെ സാറ് എടുക്കുന്നു. അപ്പം നേരെ ക്ലാസ് എവിടെ എണീച്ച് വന്നു. ബാക്കി എല്ലാവരും കൂടി സംഭവം 10 മിനിറ്റ് കൊണ്ട് ഓക്കെ സെറ്റ്. മറ്റൊരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.